നിങ്ങളൊരു പെട്രോൾ പമ്പ് ഉടമയാണോ? ഇപ്പോഴും ഇൻകം ഒക്കെ പഴയ പോലെ തന്നെ ആ പണ്ടത്തെ രീതിക്ക് തന്നെയാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? കൺസ്ട്രക്ഷൻ സൈറ്റുകളിലേക്കും അതുപോലെ തന്നെ വലിയ വലിയ യൂണിറ്റ്സിലേക്കൊക്കെ ഡീസൽ ഇന്നും കൊണ്ടുപോകുന്ന ബാരൽസിലായിരിക്കും അല്ലേ? ബാരൽ കൊണ്ടുപോകുമ്പോഴത്തേന് ലീക്ക് സംഭവിക്കാം, ഡീസൽ നഷ്ടപ്പെടാം, അങ്ങനെ വളരെയധികം വലിയ പ്രോബ്ലംസ് ഉണ്ടാകാം. ഇതിനകത്ത് ഒരു മെയിൻ പ്രോബ്ലം എന്താണെന്നറിയോ? കസ്റ്റമർ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് കൊടുത്താൽ കടം ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്യും. ഇതിനുവേണ്ടിയാണ് റീപോസ് ഫ്യൂൽ സ്റ്റേഷൻ ഒരു കിഡിലൻ ടെക്നോളജി ആയിട്ട് വന്നിരിക്കുന്നത്. ഒരു സ്മാർട്ട് ലോട്ട് എനേബിൾഡ് മൊബൈൽ പെട്രോൾ പമ്പ് ലൈവായിട്ട് ട്രാക്ക് ചെയ്യാം, റിയൽ ടൈം മോണിറ്ററിംഗ് ഒക്കെ ഉള്ള ഒരു കിഡിലൻ സിസ്റ്റമാണ് ഈ ഒരു റീപോസ് ഫ്യൂൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സൈറ്റിൽ ഡെലിവർ ചെയ്യാം. ഇതിനെക്കുറിച്ചുള്ള ഒരു ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. ഇതിനകത്തെ ബിഗസ്റ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ പെട്രോൾ പമ്പ് ഓണേഴ്സിന് റീപോസ് പേ യൂസ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഇപ്പോൾ ഉള്ള ക്രെഡിറ്റ് കസ്റ്റമേഴ്സിനെ ക്യാഷ് കസ്റ്റമേഴ്സ് ആയിട്ട് മാറ്റാൻ പറ്റും. ആ ഒരു എമൗണ്ട് റീപോസ് തന്നെ പേ ചെയ്ത് നിങ്ങൾക്ക് 15+7 ഡേയ്സ് ക്രെഡിറ്റ് ഒരു നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു ഗുണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാഷ് ഫ്ലോ ടെൻഷൻ കുറയും, റിസ്ക്കും കുറയും. അതുകൊണ്ട് തന്നെ ബൾക്ക് ഫ്യൂവൽ അതൊരു വലിയൊരു ബിസിനസ് ആക്കി നിങ്ങൾക്ക് അതിനെ കൺവേർട്ട് ചെയ്യാനും സാധിക്കും എന്നുള്ള ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ, മൈനിങ്, ലോജിസ്റ്റിക്സ് പോലുള്ള റീപോസ് ഫ്യൂവൽ സ്റ്റേഷനുമായിട്ട് ഡയറക്റ്റ് പോകാവുന്നതാണ്. അതുപോലെ കൂടുതൽ ബിസിനസ് അവിടെ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ റീപോസ് ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ ഓഫ് ഫ്യൂലിംഗ് എന്ന് പറഞ്ഞൊരു വർക്ക്ഷോപ്പ് പൂനെയിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ജസ്റ്റ് കമന്റ് റീപോസ് എന്ന് ചെയ്തോളൂ. നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അയച്ചു തരുന്നതാണ്. സ്മാർട്ടായി ബിസിനസ് നടത്തണോ? ഒന്നും നോക്കണ്ട, ഇപ്പോൾ തന്നെ കമന്റ് ചെയ്തു റീപോസ്.